ഇന്നലെ രാത്രി വൈകി വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സംഘർഷ സാഹചര്യമുള്ള മുതലപ്പുഴയിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് പോകാം. മുതലപ്പുഴയിലെ പ്രതിസന്ധിക്ക് അയവ് വരുത്താൻ തിരക്കിട്ട നടപടികൾ. മണൽ നീക്കാൻ ഇന്നു മുതൽ എക്സ്കവേറ്ററുകളും എത്തിക്കും. ചന്ദ്രഗിരി ഡ്രഡ്ജർ 10 മണിക്കൂർ പ്രവർത്തിപ്പിക്കും. തീരുമാനം നടപ്പായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. തുടർ നീക്കങ്ങൾ ആലോചിക്കാൻ ഇന്ന് സമരസമിതി യോഗവും ചേരുന്നുണ്ട്. വിവരങ്ങളുമായി റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് മോർണിംഗ് റിനു ശ്രീധർ. ഇന്നലെ രാത്രി വൈകിയും അവിടെ സംഘർഷം നിൽക്കുന്നത് പോലീസ് ഒടുവിൽ സമരക്കാരെ ഒരു വിധത്തിൽ അവിടെ നിന്ന് മാറ്റുന്നതൊക്കെയാണ് നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇന്നത്തെ പ്രഭാതത്തിലേക്ക് എത്തുമ്പോൾ മുതലപ്പുഴയിൽ നിന്ന് വരുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് എക്സ്കവേറ്ററുകൾ എത്തിക്കും, മണൽ നീക്കും എന്നൊക്കെയുള്ള ഉറപ്പുകൾ അവർ വിശ്വസിക്കുന്നുണ്ടോ പൂർണ്ണമായും? സുജയ, ഗുഡ് മോർണിംഗ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം അവസാനിച്ചത്. പോലീസ് അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. തുടർന്നാണ് ഉദ്യോഗസ്ഥരെ അടക്കം പുറത്തേക്ക് കൊണ്ടുവരികയും വീടുകളിലേക്ക് വിടുകയും ചെയ്തത്. ഇന്ന് ചില നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞിരുന്നു. അതായത് എക്സ്കവേറ്ററുകൾ ഇന്നു മുതൽ പ്രവർത്തിക്കും, ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇന്നു മുതൽ 10 മണിക്കൂർ പ്രവർത്തിക്കും, ബുധനാഴ്ച മുതൽ ടെട്രാപോഡുകൾ നീക്കം ചെയ്യുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശമായി നൽകിയെങ്കിലും മത്സ്യത്തൊഴിലാളികൾ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. ഒപ്പം ഇന്നലെ ഈ ഓഫീസിന്റെ ചില്ലടിച്ചു തകർത്ത ഒരു മത്സ്യത്തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിട്ടുകിട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നടക്കമുള്ള കാര്യങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്. തുടർന്നാണ് പോലീസ് ബലം പ്രയോഗിക്കുകയും ഈ ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തത്. എന്തായാലും ഇന്നിപ്പോൾ സമരസമിതി ഒരിക്കൽ കൂടി യോഗം ചേരുന്നുണ്ട്. രാവിലെ യോഗം ചേർന്നിട്ട് തുടർ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് തീരുമാനിക്കും. ഇന്ന് ഈ ഉറപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ അതൊന്നും തന്നെ പാലിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്, സമരസമിതിയും തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ തീരുമാനങ്ങൾ എന്ത് എന്നുള്ളത് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ യോഗം ചേരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ 10 മണിക്കൂർ ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ ഉൾപ്പെടെ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതാണ്. കാരണം ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം എല്ലാ ദിവസവും അത് പണിമുടക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ നിന്ന് മണൽ നീക്കം ചെയ്യാൻ പറ്റുന്നില്ല, വെള്ളം മാത്രമാണ് പമ്പ് ചെയ്ത് കളയുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗം ചേരും. സുജയ, ഓക്കെ, എക്സ്കവേറ്ററുകളൊക്കെ കൊണ്ടുവന്ന് മണൽ നീക്കുമോ എന്നുള്ളത് നമുക്ക് വന്ന് നിരീക്ഷണം. കാരണം ആ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവൻ കയ്യിലെടുത്ത് വെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ മുതലപ്പുഴയിലേക്ക് നീങ്ങുമല്ലേ റിനു?